റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവില ഇന്ന് 2 തവണ കുറഞ്ഞു. സ്വർണ്ണവില രാവിലെ 520 രൂപ കുറഞ്ഞിരുന്നു. ഉച്ചയോടെ ഒറ്റയടിക്ക് 960 രൂപയാണ് ഇടിഞ്ഞത്. 1,02,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. സന്തോഷ വാർത്ത, സ്വർണ്ണവില വീണ്ടും താഴ്ന്നിറങ്ങി. സർവകാല റെക്കോർഡിലെ കുതിപ്പിന് ശേഷം കിതച്ച് സ്വർണം. 10 ദിവസത്തിന് ശേഷമാണ് സ്വർണ്ണവില കുറയുന്നത്. ഒന്നല്ല 2 തവണ. തുടർച്ചയായി ഒരാഴ്ചയോളം വില വർദ്ധിച്ച ശേഷം ഇന്ന് വലിയ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ആഭരണപ്രിയർക്കും വിവാഹ ആവശ്യത്തിനും മറ്റും ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ഇത് ആശ്വാസം നൽകുന്ന പുതിയ നിരക്ക് തന്നെ. പൊന്നെ, നിനക്കിതെന്തു പറ്റിയെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നാളെ ഇരട്ടിക്കുമോ എന്നും സംശയങ്ങൾ ഉയരുന്നു. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിലാണ് ഇന്ന് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തുന്നത്. അതായത് രാവിലെയും ഉച്ചയുമായി വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. രാവിലെ 520 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഉച്ചയോടെ ഒറ്റയടിക്ക് 960 രൂപയാണ് ഇടിഞ്ഞത്. 2 തവണകളിലായി 1480 രൂപയുടെ വ്യത്യാസം. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,02,960 രൂപയാണ്. ഗ്രാമിന് 120 രൂപയാണ് കുറഞ്ഞത്. 12,870 രൂപയിലാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ചരിത്രം കുറിച്ചത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,9,200 രൂപയായി ഇടിഞ്ഞു. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലായിരുന്നു അന്ന് സ്വർണ്ണവില ഉണ്ടായിരുന്നത്. പണിക്കൂലിയും GSTയും എല്ലാം നോക്കുമ്പോൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് 1,10,000-ന് മുകളിൽ ചിലവ് വരുമെന്ന് ഉറപ്പാണ്. ഓഹരികൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടാണ് സ്വർണവും വെള്ളിയും ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണവും വെള്ളിയും തന്നെയാണ് താരങ്ങൾ. ഇനിയും വില കുറവുണ്ടാകുമോ എന്ന് തന്നെയാണ് വിദഗ്ധർ നോക്കുന്നത്. എന്തായാലും ഇടിവ് തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ വില കൂടാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.